ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തുവന്നു. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി. ഇതിനായി 2019 ഡിസംബറിൽ 2 ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് അനുമതി തേടിയത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നത് എന്ന് ഹൈക്കോടതി പറയുകയാണ്. വളരെ കൃത്യമായ ക്രമക്കേടുകൾ പല ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ പല പ്രമുഖർക്കും അറിയാമായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. CN പ്രകാശ്, എന്താണ് ഇതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ? രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്രമായ രഹസ്യ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ADGP S വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ച, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. വ്യക്തത വരുത്തുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കണം. അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക സംഘത്തിന് 6 ആഴ്ച സമയം നൽകിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം. 2019 മുമ്പ് ശേഷവുമുള്ള സ്വർണ്ണപ്പാളിയുടെ ചിത്രങ്ങളടക്കം ഒത്തുനോക്കാനായി ദേവസ്വം വിജിലൻസിന് അനുമതി നൽകിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ മുദ്രവച്ച പാളികളും പരിശോധിക്കണമെന്നും അനുമതി നൽകിയിരിക്കുന്നു. 2019ലെയും 2025ലെയും സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യസ്തം ഉണ്ടെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. 1999 വിജയമല്യ ശില്പങ്ങളിൽ ആവരണം ചെയ്ത് 1.564 കിലോഗ്രാം സ്വർണമാണ് നൽകിയിട്ടുള്ളത്. 1999 സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗതമായ രീതിയെന്നും ഹൈക്കോടതി കണ്ടെത്തി. അന്വേഷണ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിടുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കും ഉണ്ട്. ലഭിക്കുന്ന പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. വിജിലൻസ് അന്വേഷണം വെള്ളിയാഴ്ചക്കകം പൂർത്തിയാക്കണം. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കണം. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്നാണ്. അതായത് മോഷണം നടന്നിട്ടുണ്ട് പ്രകാശ്, മോഷണം ഉണ്ടായിട്ടുണ്ട്, സ്വർണം കുറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി കോടതി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ റിസൾട്ട്, അല്ലേ? വിജിലൻസ് റിപ്പോർട്ടിനനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്ന നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളികൾ കൈമാറിയത് ചട്ട ലംഘനമാണ്. സ്വർണ്ണ ആവരണമുള്ള പാളികൾ മനഃപൂർവ്വം ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി. ഇതിനായി 2019 ഡിസംബറിൽ 2 ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചു. മകളുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാനാണ് അനുമതി തേടിയത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നും ഹൈക്കോടതി ഈ വിധിയിൽ പറയുന്നു. ഇത് ഇടക്കാല ഉത്തരവാണ്. അതാണ് സാഹചര്യം. ഏതായാലും സ്വർണ്ണപ്പാളി കേസിൽ ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങളിൽ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അധിക സ്വർണം ഉപയോഗിക്കാൻ അനുമതി തേടി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഇമെയിൽ സന്ദേശം അയച്ചു എന്ന് പറയുമ്പോൾ ആരും അറിയാതെയല്ല ഈ സംഭവങ്ങൾ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്.